ഹലോ, അസ്സലാമു അലൈക്കും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണിത്. അല്ല, ഉപ്പുമാവ് എല്ലാതും എളുപ്പമാണെന്ന് അറിയാം, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കേട്ടോ. അതാണ് സംഭവം. ഇതെൻ്റെ പപ്പയുടെ റെസിപ്പിയാണ്. റെസിപ്പി എന്ന് പറയാൻ കാരണം പലരും ഉണ്ടാക്കുന്ന ഉപ്പുമാവ് രീതി വേറെയാണ്. പപ്പയുടെ ഉപ്പുമാവിൽ കുറച്ച് വെള്ളം അധികമാണ്. അതാണ് ഞാൻ ആകൂടെ കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം. പിന്നെ നമുക്ക് അതിൽ ആവശ്യമുള്ളത് പൊട്ടുകടല, ഇത്തിരി നട്ട്സൊക്കെ ഇടാം, ഉഴുന്ന് പരിപ്പൊക്കെ ഇടാം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് നെയ്യും കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണിത്. അത് ഒഴിച്ച് അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊട്ടുകടല ഇടുകയാണ്. ഉഴുന്ന് പരിപ്പ് ഇടാം, ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട്, പക്ഷേ ഇടാറുണ്ട് പൊതുവിൽ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കടുക്, ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് സവോള, പച്ചമുളക്, കരിവേപ്പിലിൻ്റെ ഇല, ഉപ്പ്, ഇത്തിരി കായത്തിൻ്റെ പൊടി. പിന്നെ നമുക്കിനി ഏതെങ്കിലും പച്ചക്കറികളൊക്കെ ഇടണമെങ്കിൽ ക്യാരറ്റ് ചീകിയതോ അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസോ കോണൊക്കെ വേവിച്ചത് അതിൽ ഇടാം. പിന്നെ മല്ലിച്ചപ്പിൻ്റെ തണ്ടുകളും കുറച്ചിടാം. ഇനി നമ്മളിതിൽ നോക്കേണ്ടത്, ഒരു കപ്പ് വറുത്ത റവയ്ക്ക് നമ്മൾ 3 കപ്പ് വെള്ളത്തിൻ്റെ അളവാണ് വേണ്ടത്. അപ്പോൾ ആ 3 കപ്പിൽ ഞാൻ 1 കപ്പ് പാലാണ് ഇടുന്നത്. അത് വെള്ള കളറിൽ തന്നെ ഉപ്പുമാവ് ഉണ്ടാവാൻ വേണ്ടി. നിങ്ങൾക്ക് പാൽ ഇഷ്ടമില്ലെങ്കിൽ 3 കപ്പ് വെള്ളം തന്നെ നിങ്ങൾക്ക് ഇടാം. ഇനി നമ്മൾ വറുത്ത റവയാണ്. ആ റവ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ലംസായിട്ട് മാറും, അവിടെ കട്ട പിടിക്കും. ഇനി ഇത് ഇളക്കി നമ്മൾ ആദ്യം നല്ല ലൂസായിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഇളക്കി വരുമ്പോഴേക്കും അത് ടൈറ്റായി വരും. ആ ഒരുവിധം ടൈറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇനി ബാക്കിയുള്ള നെയ്യും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് വേണമെങ്കിൽ മൂടിയേക്കാം. ഞാൻ മൂടിയേക്കാറില്ല. നെയ്യും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമായിട്ടാണ്. നമുക്കിവിടെ, എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി കഴിക്കുകയാണെങ്കിൽ ഞാനത് പഞ്ചസാര ഇത്തിരി പഴക്കൂടി ഇട്ടിട്ടാണ് ഞാൻ കഴിക്കൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക്. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയട്ടോ.